ലോക ചരിത്രത്തിൽ 600 വർഷത്തിലധികം കാലം 3 ഭൂഖണ്ഡങ്ങളെ വിറപ്പിച്ച ഒരു ശക്തി. ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും ആ അധികാരത്തിന് കീഴിൽ തലകുനിച്ചു. ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഗാംഭീര്യവും റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയും കുറിച്ച ആ മഹാസാമ്രാജ്യത്തിന്റെ കഥ. അതാണ് ഓട്ടോമൻ എംപയർ. എങ്ങനെയാണ് ഒരു ചെറിയ ഗോത്രത്തിൽ നിന്ന് ഈ സാമ്രാജ്യം ലോകശക്തിയായി മാറിയത്? പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനം അനറ്റോലിയയിലെ ചെറിയൊരു ഗോത്രത്തലവനായിരുന്നു ഉസ്മാൻ ഗാസി. അന്ന് ആരും കരുതിയില്ല ഈ മനുഷ്യൻ ലോകത്തിന്റെ ഭൂപടം മാറ്റിമറിക്കുമെന്ന്. ജൽസുക് സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ നിന്ന് ഉസ്മാൻ തന്റെ പുതിയ ഭരണകൂടത്തിന് അടിത്തറയിട്ടു. ഓട്ടോമൻ അഥവാ ഉസ്മാനിയ എന്ന പേര് അവിടെ നിന്നാണ് വരുന്നത്. 1453 ഈ ചരിത്രത്തിന്റെ വഴിത്തിരിവ്. 21 വയസ്സുകാരനായ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ അന്നുവരെ തകർക്കാനാവാത്ത കോട്ടയെന്ന് കരുതിയിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ബൈസന്റർ സാമ്രാജ്യത്തിന്റെ അന്ത്യം അവിടെയായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്താംബൂളായി മാറി. അതോടെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തിന്റെ താക്കോൽ ഓട്ടോമൻ ഭരണാധികാരികളുടെ കയ്യിലായി. സുൽത്താൻ സുലൈമാന്റെ കാലത്ത് സാമ്രാജ്യം അതിന്റെ സുവർണ കാലഘട്ടത്തിലെത്തി. അദ്ദേഹം വെറുമൊരു പോരാളിയായിരുന്നില്ല, നീതിമാനായ ഒരു ഭരണാധികാരി കൂടി ആയിരുന്നു. യൂറോപ്പിന്റെ വാതിലായ വിയന്ന വരെ ഓട്ടോമൻ സൈന്യമെത്തി. കലയും ശാസ്ത്രവും വാസ്തുവിദ്യയും ഈ കാലത്ത് അതിവേഗം വളർന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക ശക്തിയായി ഓട്ടോമൻ നാവികപ്പട മാറി. എല്ലാ ഉദയത്തിനും ഒരു അസ്തമയമുണ്ട്. കാലക്രമേണ ഭരണാധികാരികളുടെ ബലഹീനതയും യൂറോപ്പിലെ വ്യവസായ വിപ്ലവവും ഓട്ടോമൻ സാമ്രാജ്യത്തെ പിന്നിലാക്കി. യൂറോപ്പിലെ രോഗി എന്ന് അവർ വിളിക്കപ്പെട്ടു. ഒടുവിൽ 1-ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ 1922 600 വർഷത്തെ സാമ്രാജ്യത്തിന് അന്തിമമായി. ഇന്നത്തെ തുർക്കി ആ ചാരത്തിൽ നിന്ന് ഉദിച്ചുയർന്നു.